പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ സവോള ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പനീർ വേണം. ഇത് ഒരു 100 ഗ്രാം ഉണ്ടാകും. പിന്നെ ഒരു നന്നായി പഴുത്ത തക്കാളി ഒരു 3 മീഡിയം സൈസിൽ 3 ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണമായിട്ട് എടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി നന്നായി പഴുത്തത് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇനി ഒരു ശകലം കസ്തൂരി മേത്തി വേണം. ഇത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം വേണം. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഒരു 4 അല്ലി വെളുത്തുള്ളി വേണം. ഒരു 10-12 കാഷ്യൂ നട്ട് വേണം. ചെറിയ തുണ്ട് പട്ട, ഒരു 3 ഏലക്ക, ഒരു ബേ ലീഫ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇതിൽ ഒരു സാധനം കൂടി വേണം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി വേണം. ഞാൻ ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മളങ്ങനെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ ബട്ടർ ഇട്ടത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. സവോള ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റണ്ട, ബ്രൗൺ നിറം ആവാനൊന്നും നിൽക്കണ്ട. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരുപാട് ബ്രൗൺ നിറം ആക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതും അതിലേക്ക് നമ്മുടെ 10-12 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതും അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തക്കാളി നന്നായി ഒന്ന് മാഷാവുന്നവരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് നന്നായി വഴണ്ടി വരട്ടെ. അതുവരെ നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. 2 ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം.